എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് അമ്പലത്തിലൊക്കെ ഉണ്ടാകുന്ന അതേ സ്വാദിൽ ഒരു സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി അതിലേക്ക് 3 വറ്റൽമുളകും കുറച്ച് കാശ്മീരി മുളകും, കറിക്ക് നല്ല കളർ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് ഉപയോഗിക്കുന്നത്. അത് രണ്ടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുളകിപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ ചട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് 1 സ്പൂൺ മല്ലി, മുഴുവനായിട്ടുള്ള മല്ലിയും അതിലേക്ക് 1/2 സ്പൂൺ കടലപ്പരിപ്പും പിന്നീട് 1/2 സ്പൂൺ അളവിൽ തന്നെ ഉഴുന്ന് പരിപ്പും കൂടി ചേർക്കാം. 1/2 സ്പൂൺ ജീരകവും പിന്നീട് ചെറിയ സ്പൂണിന്, അതായത് ടീസ്പൂണിന് 1/2 സ്പൂൺ ഉലുവ കൂടി ചേർക്കാം. ഉലുവയുടെ അളവ് കൂടരുത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാം കൂടി നന്നായിട്ട് മൂത്ത് വരും. നല്ല കളറ് മാറ്റം ഉണ്ടാവും. അതാണ് അതിൻ്റെ പരുവായിട്ട് വരിക. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. നമ്മുടെ വറവ് ഇപ്പോൾ നല്ല പാകമായി വന്നിട്ടുണ്ട്. എല്ലാം നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. നമുക്ക് അത് മാറ്റിയെടുക്കാം. ചട്ടിയിൽ തന്നെ വെച്ചാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. 1/2 ഗ്ലാസ് പരിപ്പ് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണത്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. കുതിർത്ത് വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്കിത് കുക്കറിൽ വിസിലടിച്ച് വേവിച്ചെടുക്കാം. നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വറവും മുളകും ഒരു പിടി, കൈ നിറയെ ഒരു പിടി തേങ്ങയും കൂടി എടുത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കാം. ഇനി ഒരു കുക്കറിലോ അല്ലെങ്കിൽ പാത്രത്തിലോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് മത്തങ്ങയും തക്കാളിയും, 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, കുറച്ച് മുരിങ്ങയെ കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. കുക്കറിലായതുകൊണ്ട് വിസിലിട്ട് വേവിക്കുകയൊന്നും വേണ്ട. കഷ്ണങ്ങളൊക്കെ പെട്ടെന്ന് വെന്തുടഞ്ഞു പോകും. സാധാരണ പോലെ നമുക്ക് വേവിച്ചെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് നല്ലതുപോലെ വേവിച്ചെടുക്കാം. കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെച്ചതാണ്, അതുകൂടി ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സാമ്പാറിൽ മധുരം എന്തായാലും ചേർക്കണം. അതിനുവേണ്ടി ഇതുപോലെ 2 ചെറിയ കഷ്ണം ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പരിപ്പ് നല്ലതുപോലെ വെന്തിട്ടുണ്ടാവണം. അത് നല്ലതുപോലെ ഉടച്ചെടുത്ത് ഈ വെന്ത് വന്ന കഷ്ണങ്ങളിലേക്ക് ചേർത്തു. ഇനി നല്ലതുപോലെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇവിടെ സാമ്പാർ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു ചെറിയൊരു കഷ്ണം കായം കൂടി ചേർത്ത് കൊടുക്കാം. കായത്തിൻ്റെ പൊടിയും ചേർക്കാം. പക്ഷേ ഇതുപോലുള്ള കായം ചേർക്കുമ്പോൾ കുറച്ച് മണം നന്നായിട്ടുണ്ടാവും. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് വറവ് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി മൂപ്പിച്ചിട്ട് സാമ്പാറിൽ ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റുള്ള സാമ്പാറാണ്. നന്ദി, നമസ്കാരം.